എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാര്യമെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, ഭയങ്കര വിഷമം തോന്നി, അതിൻ്റെ ഇരട്ടി ദേഷ്യമാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ വായിൽ കിടക്കുന്ന നാക്ക് വെച്ചിട്ട് ആരെയും എന്തും പറയാമെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊക്കെ പിടിപാടൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തും വിളിച്ചു പോവാം. അങ്ങനെ പലരെ പറ്റിയും ഇദ്ദേഹം പലതും ഇതിനു മുമ്പ് വിളിച്ചു കൂവി എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ വിവാദത്തിലൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? മറ്റാരെക്കുറിച്ചും അല്ല പറയുന്നത്, PC ജോർജിനെ പറ്റി തന്നെയാണ് പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയ തലവൻ എന്നൊന്നും പറയാൻ പറ്റില്ല, PC ജോർജിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെന്ന് മാത്രമല്ല, സ്ത്രീത്വത്തെ എന്ന് തന്നെ വേണേൽ പറയാം. സ്ത്രീത്വത്തെ ഇത്രയേറെ തരം താഴ്ത്തി, ഇത്രയേറെ മൃഗീയമായ മ്ലേച്ഛമായ രീതിയിൽ സംസാരിച്ച ഈ ഒരു മനുഷ്യനെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. കാരണം ഇവരൊക്കെ വലിയ കൊമ്പത്തെ ഏമാന്മാരല്ലേ. ഇവരെക്കുറിച്ചൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ തന്നെ വരുന്നൊരു വാളായി തീരും അത് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും ഇത്രയും വലിയൊരു അനീതി മുന്നിൽ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാനും തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഈ ചാനലിലൂടെ എനിക്ക് പറ്റുന്ന രീതിയിൽ വളരെ മാന്യമായ ഭാഷയിൽ ഞാൻ വിമർശിക്കുക തന്നെ ചെയ്യും, വിമർശിക്കാതിരിക്കില്ല. കാരണം ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള സ്ത്രീകൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുക? സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ, അവർക്ക് സ്ഥാനാർബുദമായിരുന്നു. അങ്ങനെ ചികിത്സിച്ചു ഡോക്ടർ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയി. ഇപ്പോൾ അവർ ആ ഒരു രോഗത്തെ അതിജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം ആദ്യമേ തന്നെ പറയട്ടെ. അപ്പോൾ ഈ ഒരു സന്തോഷ വർത്തമാനം പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർ അതിന് വേണ്ടിയിട്ടൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന നമ്മുടെ നിഷ അവർ പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ ആരും ഭയപ്പെടേണ്ട, ഇത് വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാനൊക്കെ സാധിക്കും. പക്ഷേ ആദ്യ സമയം തൊട്ടേ തന്നെ ചികിത്സ തുടങ്ങണം, നമുക്ക് രോഗമുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അതിങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് കണ്ടാലും എന്തിനും ഏതിനും വിമർശനങ്ങളുമായിട്ട് വരുന്നൊരു പാർട്ടിയാണല്ലോ. പാർട്ടിന്ന് ഉദ്ദേശിച്ചത് മനുഷ്യനെയാണ്, അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പുള്ളിക്കാരനാണ് ഈ പറയുന്ന PC ജോർജ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചൊറിയൻ ചേമ്പിൻ്റെ കണക്കുള്ള സ്വഭാവമാണ് പുള്ളിക്കാരൻ്റെ. നാവ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് പുള്ളിയുടെ സ്വഭാവം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരൻ ഈ പറയുന്ന ഈ ക്യാൻസർ വന്ന ആ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ ആ ഒരു വാചകം നിങ്ങളെ കേൾപ്പിച്ചു തരാം. അദ്ദേഹവും നമ്മുടെ ക്രൈം നന്ദഗോപൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനും ഈ പറയുന്ന PC ജോർജുമായിട്ട് നടന്ന സംസാരത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ, കേട്ടോളൂ. ജോസ് കെ മാണിയുടെ ഭാര്യ കാരുണ്യ സന്ദേശ യാത്ര എന്നൊരു പരിപാടി നടത്തുന്നത്. ക്യാൻസർ, സ്ഥാനാർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന പുള്ളിക്കാരൻ PC ജോർജ് പറയാണ്, ആ തുണിയില്ലാതെ നടക്കുന്നോളെന്ന്. അതെന്താ, അവർ വസ്ത്രം ധരിക്കാതെയാണോ നടക്കുന്നത്? താങ്കൾ എത്ര വട്ടം കണ്ടിട്ടുണ്ട് അങ്ങനെ? എടോ മനുഷ്യ, ക്യാൻസർ വന്നെന്നും പറഞ്ഞ് മാറിടം താനേ കീറി പോവില്ല. ഇത്രയെങ്കിലും ചിന്തിക്കേ. ക്യാൻസർ വരുമ്പോൾ എങ്ങനെയാണ് മാറിടം താനേ കീറിപ്പോകുന്നത്? എന്തൊക്കെയാണ് ഇരുന്നുകൊണ്ട് പറയുന്നത്? എന്ത് പറയാന്നാണോ നിങ്ങൾക്ക്? റിമൂവ് ചെയ്തത്. എടോ മനുഷ്യ, ക്യാൻസർ വന്ന് അതിങ്ങനെ കീറി അങ്ങ് പോയതൊന്നും അല്ല, റിമൂവ് ചെയ്തതാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ അതും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന്. അതെന്താ, അവർക്കെന്താ ജീവിക്കണ്ടേ? അവർ താങ്കളുടെ വീട്ടിൽ ഭിക്ഷ എടുക്കാൻ വന്നതാണോ? അതോ അവരൊരു ഭിക്ഷപാത്രവും കൊണ്ട്, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് പിരിവിന് ആളുകളൊക്കെ ചെല്ലുമല്ലോ, ബക്കറ്റ് പിരിവിന്, അതുപോലെ ഒരു ബക്കറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിരിവിനായിട്ട് പോകുന്നോ? ഇല്ലല്ലോ. അവരൊരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനാണോ താങ്കൾ ഇങ്ങനെ പറയുന്നത്?
മറ്റേ ഒരു എന്താണ് സോഷ്യൽ പ്രവർത്തകയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ക്യാൻസർ അതിനെന്താണ് നന്ദഗോപൻ സാർ കുഴപ്പം? അവർക്ക് എന്താ സോഷ്യൽ പ്രവർത്തകയായിട്ട് ഇറങ്ങാൻ പാടില്ലേ? അതിലെന്താ ഇത്ര തടസ്സം? നിങ്ങളൊക്കെ വാക്കുകളിൽ എന്തൊരു പുച്ഛം പോലെ തോന്നുന്നുണ്ടല്ലോ. അവരൊരു സോഷ്യൽ പ്രവർത്തകയായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നന്ദഗോപൻ സാറിൻ്റെ പല വീഡിയോകളും ഞാൻ കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് താങ്കളുടെ അവതരണവും രീതികളും ഒക്കെ ഇഷ്ടമാണ്. എന്തും വെട്ടിത്തുറന്ന് പറയുന്ന താങ്കളുടെ ആ ഒരു ക്യാരക്ടറും വളരെ ഇഷ്ടമാണ്. പക്ഷേ താങ്കളിപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊരു കാരുണ്യ പ്രവർത്തകയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് കാരുണ്യ പ്രവൃത്തി ആർക്കും ചെയ്യാവുന്നതല്ലേ? അതിന് പ്രത്യേക ഇതൊക്കെ വേണോ? ഇന്നാർക്ക് ചെയ്യാം, ഇന്നാർക്ക് ചെയ്തുകൂടാന്നുള്ള അങ്ങനൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതൊരു വഞ്ചനയാണ്, കളിപ്പീരാണ്. അതിന് അവർക്ക് കഴിയില്ല എന്ന് ഈ പറയുന്ന പുള്ളിക്കാരൻ ജോർജ്, PC ജോർജ് അങ്ങേരെ തന്നെ പറയുകയാണ് അവർക്കതിന് കഴിയില്ല, ഇത് കളിപ്പീരാണെന്ന്. കളിപ്പീരെന്തുവാണ്? ഇവർ ഇതിൻ്റെ സ്തനാർബുദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ പേരിലോ താങ്കളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പണം തട്ടാനായിട്ട് വന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അവരത് കളിപ്പീരാണെന്ന് പറയൂ. അവർ ജനങ്ങളിലേക്ക് നല്ലൊരു സന്ദേശമല്ലേ എത്തിക്കാനായിട്ട് വന്നത്? അതിലെവിടെയാണ് കളിപ്പീരെന്ന് പറയുന്നത്? പിന്നെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം എല്ലാവർക്കും വരും. ക്യാൻസർ മാത്രമല്ല, എല്ലാ അസുഖങ്ങളും എല്ലാവർക്കും വരും. ഇന്നത്തെ കാലത്തെ നമ്മുടെ ഭക്ഷണ രീതികളും കാര്യങ്ങളും ഒക്കെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇന്ത്യയിൽ ഓരോ ദിവസവും ക്യാൻസർ രോഗികളുടെ സ്ഥിതി കൂടിക്കൂടി വരികയാണ്, എണ്ണം കൂടിക്കൂടി വരികയാണ്. കുറേയൊക്കെ നമ്മുടെ ഭക്ഷണ രീതികളും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ പണ്ടൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കൂടുതലും ഫാസ്റ്റ് ഫുഡും നമ്മൾ കഴിക്കുന്ന അരിയിൽ പോലും എന്താണ് പറയുന്നത്, ഒരുപാട് കീടനാശിനികളും അതും ഇതുമൊക്കെ അടിച്ച് വെക്കുന്നതാണ്. അതുപോലെ തേയില തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു, ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതിലൊക്കെ എന്തോരം വിഷങ്ങളാണ് അടിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ വസ്തുവിലും മിനിമം നമ്മൾ കഴിക്കുന്ന എല്ലാ വസ്തുവിലും പച്ചക്കറികൾ നോക്കിയാലും ഫ്രൂട്ട്സ് എടുത്ത് നോക്കിയാലും എന്ത് നോക്കിയാലും അതിലൊക്കെ കുറേശ്ശെ കേടായി പോവാതിരിക്കാനൊക്കെ ഇതൊക്കെ അടിച്ചാണ് വരുന്നത്. അപ്പോൾ പിന്നെ രോഗികളുടെ എണ്ണം പെരുകി വരും. അതിൽ ഇപ്പോൾ അവർക്ക് മാറിടത്തിൽ വന്നു, അത് അവരുടെ കയ്യിൽ തെറ്റാണോ? താങ്കൾ എന്താ ഈ പറയുന്നത്? അവർക്ക് മാറിടത്തിൽ രോഗം വന്നു, അത് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരുമ്പോൾ മാറിടം റിമൂവ് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഈ ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നു, എനിക്ക് എന്തുണ്ടെന്ന് ആർക്കറിയാനൊക്കും? ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അതിന് അവരെ അത്രയും മോശക്കാരിയായിട്ട് താങ്കൾ സംസാരിക്കാനായിട്ട് താങ്കൾക്ക് എങ്ങനെ തോന്നി? സത്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഹണിറോസിനെ ഒരു ദ്വയാർത്ഥ പ്രയോഗം ബോച്ചെ പറഞ്ഞ സമയത്ത് ബോച്ചയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി. അത് ഒരു തീവ്രവാദിയെ കൊണ്ടുപോകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കൊലപാതകയെ കൊണ്ടുപോകുന്നത് പോലെയാണ് ബോച്ചയെ കൊണ്ടുപോയത്. പക്ഷേ ഇദ്ദേഹം ഒരു സ്ത്രീത്വത്തെ ഇത്രയും താറടിച്ച് കണക്ക് സംസാരിച്ചിട്ട് ഇദ്ദേഹത്തിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഇവിടെ ആരുമില്ലേ? ഇതൊരു പതിവാണല്ലോ. വിമർശിക്കാം, എന്തും വിമർശിക്കാം. പക്ഷേ ഇതുപോലെ ഒരു സ്ത്രീത്വത്തെ ഇത്രയേറെ അപമാനിച്ചിട്ട് ഇതിനെതിരെ ഒന്ന് സംസാരിക്കാൻ ഒരു ഫെമിനിസ്റ്റുകളെ പോലും കാണുന്നില്ലല്ലോ. എന്താ ഈ ഫെമിനിസ്റ്റുകളൊക്കെ ഓടി ഒളിച്ചോ? ആരും ഇല്ലേ പുറത്തേക്കൊന്നും? ഇത്രയേറെ പറയുന്നത് വിഷമം കൊണ്ടാണ് പറയുന്നത്. കാരണം ഒരു സ്ത്രീയെ അത്രയും അധപ്പതിച്ച് അവർ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവർ സ്ത്രീകൾക്കൊരു സന്ദേശമാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. എനിക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു, ഞാനിത് ചികിത്സിച്ച് ഭേദമാക്കി, നിങ്ങളും കരുതലോടെ ഇരിക്കുക. ഇതുപോലെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആരും പതറിപ്പോവണ്ട, ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ അത് വളരെ നല്ലതല്ലേ? അതിനൊക്കെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുക എന്ന് വെച്ചാൽ, താങ്കളുടെ വീട്ടിലും സ്ത്രീകളില്ലേ? അവർക്കാർക്കെങ്കിലും ഇങ്ങനെ ഇത്തരത്തിലൊരു സാഹചര്യം വന്നാൽ നിങ്ങളിങ്ങനെ പറയുമോ? താങ്കൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ആർക്കും ഒന്നും വരില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് ഈ ഒരു രോഗം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വേദനാജനകമാണ്, ടെൻഷനാണ്. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരുപാട് മെഡിസിൻ കഴിക്കേണ്ടി വരും. പൈസ ഇല്ലാത്തവരുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട, അത്രയേറെ അവർ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന കണക്കുള്ള വാക്കുകളൊക്കെ പറയുന്നത്? എന്തും പറയാമെന്നാണോ?
അധികാരവും പണവും രാഷ്ട്രീയവും ബന്ധങ്ങളും ഉണ്ടെങ്കിൽ എന്തും പറയാമോ? പറയുന്ന വാക്കിനൊക്കെ ഒരു മാന്യതയൊക്കെ ഉണ്ടാവണ്ടേ? ഇങ്ങനെ പറയുന്നത് ശരിയാണോ? ഒരിക്കലും ഒരു തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. സ്ത്രീകൾക്കെതിരെ പറയുന്ന വാക്കായാലും നോട്ടായാലും എല്ലാം തെറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ ഭരണഘടന. എന്നിട്ട് ഒരു സ്ത്രീയെ പച്ചയ്ക്ക് അധിക്ഷേപിച്ചതല്ലേ ഇത്? അവരുടെ രോഗത്തെ, അവരുടെ വൈകല്യത്തെയല്ലേ താങ്കൾ പറഞ്ഞത്? അവരുടെ ഒരു മാറിടം കീറിപ്പോയി എന്ന്. മാറിടം നല്ല നിങ്ങൾ പറഞ്ഞത്, പക്ഷേ എനിക്കെന്തോ ആ ഒരു വാക്ക് പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മാറിടം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതങ്ങനെ പല രീതിയിലും പലർക്കും ഉണ്ടാവാം. മാറിടത്തിലും ഉണ്ടാവാം. മാറിടത്തിൽ മാത്രമല്ല, ജനനേന്ദ്രിയ ഭാഗത്തും ഉണ്ടാവാം. താങ്കൾക്ക് ആ ഭാഗത്ത്, രഹസ്യ ഭാഗത്ത് വല്ലതും ഇതുപോലെയുള്ള അസുഖം എന്തെങ്കിലും ഉണ്ടായാൽ താങ്കൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിന് സമാധാനം പറയും. നിങ്ങൾ കേക്കോ കാണുമെന്നൊന്നും എനിക്കറിയില്ല. അവർക്ക് മാറിടത്തിൽ ഇതുണ്ടായി, ബ്രസ്റ്റ് ക്യാൻസർ വന്നു. ആ വന്ന മാറിടം റിമൂവ് ചെയ്ത് മാറ്റി. അതുപോലെ താങ്കളുടെ രഹസ്യ ഭാഗത്ത് വല്ലതും ഇതുപോലെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം മാറിടത്തിൽ മാത്രമല്ല വരുന്നത്, പ്രൈവറ്റ് പാർട്ടിലും വരും. അത് ആണിനായാലും പെണ്ണിനായാലും എല്ലാ സ്ഥലത്തും വരും. ക്യാൻസറിന് ഇന്ന സ്ഥലത്തേ വരാവൂ, ഇന്ന സ്ഥലത്ത് വന്നുകൂടാ, അയ്യോ അങ്ങോട്ട് പോവരുത്, ഇങ്ങോട്ട് പോവരുത്, അത് ഇന്ന സ്ഥലമാണ്, അങ്ങനെ ഒന്നുമില്ല ക്യാൻസറിന്. അതെവിടെ വേണേലും വരാം. അവിടെ വല്ലതും നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയുമോ എനിക്ക് ഇന്ന സ്ഥലത്ത് അത് വന്നതുകൊണ്ട് ഞാൻ അത് അറുത്ത് ദൂരെ കളഞ്ഞു എന്ന് നിങ്ങൾ പറയുമോ? അത് കീറിപ്പോയി എന്ന് നിങ്ങൾ പറയുമോ? ഇല്ലല്ലോ. വാക്കുകൾ നമ്മൾ പണ്ടേ പറയും, വാവിട്ട വാക്കും കൈവിട്ട അസ്ത്രവും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്ന വാക്കുകളിൽ കുറച്ചെങ്കിലും സഭ്യത ഉണ്ടാവണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ദയവ് ചെയ്തിങ്ങനെ വായിൽ നിന്നും ഇറക്കി വിടാതിരിക്കണം. ഇന്ന് പണ്ടത്തെ കാലമൊന്നുമല്ല. സാധാരണക്കാരും പ്രതികരിക്കും, എല്ലാവരും പ്രതികരിക്കും. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമല്ല ഇന്നുള്ളത്. പ്രതികരിക്കുന്നവരെ മുഴുവനും ചവിട്ടി താഴ്ത്താമെന്നും കരുതരുത്. കാരണം ഒരു സ്ത്രീയാണ്, അവരുടെ രോഗത്തെയാണ് നിങ്ങൾ അധിക്ഷേപിച്ചത്. അതുകൊണ്ട് മാത്രമാണ് പ്രതികരിക്കാനായിട്ട് വന്നത്. താങ്കളുടെ പോലുള്ള വിഐപീസിനോടൊന്നും സംസാരിച്ച് അല്ലെങ്കിൽ താങ്കളെ അങ്ങ് നന്നാക്കി കളയാമെന്നുള്ള ധാരണയൊന്നും നമുക്കില്ല. പക്ഷേ ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കിത് കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. ഒരു സ്ത്രീയെ ഇത്രയേറെ താറടിച്ച് കാണിക്കാനും ഇത്രയേറെ അപമാനിക്കാനും താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു? സ്ത്രീകളെന്താ അത്രയ്ക്ക്, സ്ത്രീകളെന്ന് പറയുന്നത് അത്രയ്ക്ക് അധപ്പതിച്ച ഒന്നാണോ? കന്യാമറിയം സ്ത്രീയല്ലേ? അല്ലേ? ഭഗവതി സ്ത്രീയല്ലേ? താങ്കൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കുണ്ട് വിശ്വാസങ്ങൾ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പോലും എന്താണ്? ഭാരതം എന്നല്ലേ പറയുന്നത് നമ്മൾ? ഭാരതാംബ എന്നല്ലേ പറയുന്നത്? ഭാരതാംബ എന്ന് പറഞ്ഞാൽ പുരുഷനാണോ? നമ്മളവിടെ കാണുന്ന ചിത്രം എന്ന് പറയുന്നത്, ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് ദുർഗാദേവിയുടെ ചിത്രമല്ലേ കാണുന്നത്? അപ്പോൾ സ്ത്രീത്വത്തെ നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ മദർ തെരേസ സ്ത്രീയല്ലേ? അങ്ങനെ ആരെല്ലാം ഉണ്ട്. അതും ഒരു സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായ താങ്കളുടെയൊക്കെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ വരുന്നത് വളരെ മ്ലേച്ഛമാണ്. 10-70 വയസ്സിന് മുകളിൽ പ്രായമുള്ള താങ്കൾ ഒരു 10-24 വയസ്സായ ഒരു പയ്യൻ്റെ എങ്കിലും പക്വത കാണിക്കണം. ഒരു പക്വതയില്ലാതെ ഇങ്ങനെ വാ തുറന്നിട്ട് എന്ത് വിഷങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്. മറ്റുള്ളവർക്ക്, കേൾക്കുന്നവർക്ക് നന്നായിട്ട് വേദനിക്കുന്ന കൂടി ഓർക്കുക. നമ്മളൊരു വാക്ക് ഇങ്ങനെ എടുത്തെറിയുമ്പോഴാണ് അത് തിരിച്ചിങ്ങോട്ട് പോരുന്നത്. നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാതെ എറിയാതിരുന്നാൽ ഇങ്ങനെ എറി തിരിച്ച് വരില്ല. അതാദ്യം മനസ്സിലാക്കൂ. എന്തായാലും നിങ്ങളുടെ വാക്ക് വളരെ ക്രൂരമായി പോയി. ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വരാതിരിക്കുക. എന്തും പറയാം എന്ന് ആരും കരുതരുത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിയിട്ട് മറ്റൊരാളെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ടൊന്നും അത് ഉപകരിക്കരുത്. താങ്കൾക്ക് ഒരു അമ്മ ഉണ്ടായിരുന്നിരിക്കുമല്ലോ. ആ അമ്മയുടെ പാല് കുടിച്ചല്ലേ താങ്കളും വളർന്നത്?
അപ്പോൾ പിന്നെ താങ്കൾക്ക് ഒട്ടും പറയാൻ യോഗ്യതയുണ്ടോ ഇങ്ങനെയുള്ള വാക്കുകൾ? ഇത്രേ പറയാനുള്ളൂ. ഞങ്ങൾ ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാതിരുന്നാൽ നമ്മുടെ സ്ത്രീത്വത്തിനൊന്നും ഒരു വിലയില്ലാതായി പോകും. ഹണിറോസിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ, ഹണിറോസിനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടൊരു കമൻ്റ് ഇട്ടാൽ അവർ ജയിലിൽ പോവും. അതേസമയം ഇതുപോലെയൊക്കെ വന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആർക്കും ഒരു പ്രശ്നവുമില്ല. കാരണം അവർക്കൊക്കെ എല്ലാം ഉണ്ട്, എല്ലാവിധ പ്രൊട്ടക്ഷനും ഉണ്ട് അവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, കാശുണ്ട്, പിടിപാടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമാവരുതല്ലോ. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ പ്രതികരണം അല്ലെങ്കിൽ എൻ്റെ പ്രതിഷേധം ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. പിന്നെ ഈ നിഷ എന്ന് പറയുന്ന ആ ഒരു ലേഡിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അത്രേ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.